വിവാഹേതര ബന്ധങ്ങൾ കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന പ്രവണത വർദ്ധിക്കുന്നതായി വനിതാ കമ്മീഷൻ. ജില്ലാതല മെഗാ അദാലത്തിൽ 117 പരാതികൾ കമ്മീഷൻ പരിഗണിച്ചു. വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന പ്രവണത കൂടുന്നതായും കുട്ടികളെ അത് ബാധിക്കുന്നതായും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. ഇവിടെ വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു പങ്കും കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ള കേസുകളാണ് എന്ന് കാണുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഈ ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. വിവാഹേതര ബന്ധങ്ങൾ വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ള സ്ഥിതിയാണ് കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതികളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഭർത്താക്കന്മാരുടെ വിവാഹേതര ബന്ധമുണ്ട്, ഭാര്യക്ക് മറ്റു തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് സംശയിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭർത്താവ് സംശയിക്കുന്ന അവസ്ഥയും ഈ പരാതികൾ കേൾക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വ്യക്തമാകുമ്പോൾ തീർച്ചയായിട്ടും ഇരു കക്ഷികളെയും കുടുംബ ബന്ധങ്ങൾ നല്ല നിലക്ക് രമ്യമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് കമ്മീഷന്റെ മുമ്പാകെ തന്നെ ഞങ്ങൾ നൽകുന്നുണ്ട്. എറണാകുളത്തെ റീജിയണൽ ഓഫീസിൽ പെർമനന്റ് ആയിട്ട് ഒരു കൗൺസിലറെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം ഗസ്റ്റ് ഹൗസ് ഹാളിൽ ചേർന്ന കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. തൊഴിലിടങ്ങളിലെ പീഡനവുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ മുമ്പാകെ വന്ന പരാതികളിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നതെന്ന് കമ്മീഷൻ വിലയിരുത്തി. തൊഴിലിടങ്ങളിൽ വനിതാ അധ്യാപകർക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ശ്രദ്ധ പുലർത്തണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. എറണാകുളം ജില്ലാതല മെഗാ അദാലത്തിൽ 117 പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത്. 15 കേസുകൾ തീർപ്പാക്കി, 5 കേസുകൾ പോലീസ് റിപ്പോർട്ടിന് വിട്ടു. 3 പരാതികളിൽ തുടർ കൗൺസിലിംഗ് കൊടുക്കുന്നതിന് നിർദ്ദേശിച്ചു. അദാലത്തിൽ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിക്കൊപ്പം കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, VR മഹിളാമണി എന്നിവരും പങ്കെടുത്തു. അഭിഭാഷകരായ സ്മിത ഗോപി, VA അമ്പിളി, KB രാജേഷ്, കൗൺസിലർ B പ്രമോദ് എന്നിവരും കമ്മീഷനെ സഹായിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.